ഗാസയിൽ വെടിനിർത്തൽ ആവശ്യപ്പെട്ട് ഇന്ത്യ UN സുരക്ഷാ സമിതിയിലാണ് ഇന്ത്യ ഇക്കാര്യം അറിയിച്ചത്. വിവരങ്ങളുമായി വിഷ്ണു തലവൂർ ചേരുകയാണ്. വിഷ്ണു, ഇസ്രായേലിനെ പിന്തുണച്ചുകൊണ്ടുള്ള പല നിലപാടുകൾ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായതാണ്. ഇപ്പോൾ ഗാസയിൽ വെടിനിർത്തൽ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. എന്താണ് സംഭവം? വിവരങ്ങൾ എങ്ങനെ? അഞ്ജന, തീർച്ചയായിട്ടും പല ഘട്ടങ്ങളിലും ഇസ്രായേൽ അനുകൂല നിലപാടുകളാണ് ഇന്ത്യ സ്വീകരിച്ചു വന്നത്. അത് വലിയ തോതിലുള്ള വിമർശനങ്ങൾക്കും വഴിവെച്ചിരുന്നു. എന്തായാലും കഴിഞ്ഞ ദിവസം ചേർന്ന ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിലാണ് ഇന്ത്യ ഇത്തരത്തിൽ വെടിനിർത്തൽ ഉടൻ പ്രഖ്യാപിക്കണമെന്ന ഒരു ആവശ്യം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇന്ത്യൻ പ്രതിനിധി R. രവീന്ദ്രയാണ് കഴിഞ്ഞ ദിവസം ചേർന്ന സുരക്ഷാ കൗൺസിലിൽ പങ്കെടുത്തിരുന്നത്. അദ്ദേഹമാണ് ഇത്തരത്തിൽ എത്രയും പെട്ടെന്ന് വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്ന ഇന്ത്യയുടെ ആവശ്യം സുരക്ഷാ സമിതിയെ അറിയിച്ചത്. അതോടൊപ്പം തന്നെ നിലവിൽ ഹോസ്റ്റേജ് ആയിട്ടുള്ളവരെ പിടിച്ച് വെച്ചിട്ടുള്ളവരെയൊക്കെ തന്നെ ഒരു ഉപാധികളുമില്ലാതെ എത്രയും പെട്ടെന്ന് വിട്ടയക്കണമെന്ന ഒരു ആവശ്യം കൂടി എന്തായാലും ഇന്ത്യ കഴിഞ്ഞ ദിവസം ചേർന്ന UN സുരക്ഷാ സമിതിയിൽ അറിയിച്ചിട്ടുണ്ട്. അഞ്ജന, ശരി, എന്തായാലും പല തവണ ഇസ്രയേൽ അനുകൂല നിലപാട് സ്വീകരിച്ചതാണ് ഇന്ത്യ. പക്ഷേ UN സുരക്ഷാ സമിതിയിൽ ഇന്ത്യ വളരെ ഗൗരവതരമായിട്ടുള്ള വളരെ അത്യാവശ്യമായ ഒരു ആവശ്യം തന്നെ മുന്നോട്ട് വച്ചിരിക്കുകയാണ്. സ്വാഭാവികമായും ഇതിൽ ഒരു വെടിനിർത്തൽ ആവശ്യമാണ് ഗാസയിൽ വെടിനിർത്തൽ ആവശ്യമാണ് എന്നൊരു ആവശ്യം ഇന്ത്യ മുന്നോട്ട് വയ്ക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്.